എനിക്ക് രാവിലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോവാണ്, കാരണം TTCക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഉച്ചത്തെ ഭക്ഷണവും കഴിച്ച ശേഷം ഞാൻ നേരെ പാരൻസ് മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു. ഇത് ഞാൻ പഠിച്ച രാംസ സ്കൂളിലാണ്. ഞാൻ എൻ്റെ +1 +2 അവിടെയാണ് പഠിച്ചത്. അങ്ങനെ മീറ്റിങ്ങും കഴിഞ്ഞ് അവരെ കൂടെ നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കൂടെ പോകുമ്പോൾ അവർക്ക് ഐസൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പാലത്തിലൂടെ നടന്നിട്ട് വീട്ടിലേക്ക് പോകാനുണ്ടായത്. വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ കുഞ്ഞൂസ് അവൻ്റെ അമ്മ കൊണ്ടാക്കിയിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അംഗനവാടിയിൽ പഠിക്കുകയാണ്. അങ്ങനെ അവൻ്റെ അമ്മ അവിടെ ആക്കിയിട്ട് പോവാനുണ്ടായത്. അങ്ങനെ അവനും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എത്തി. വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് പൂവിടുന്നതിൻ്റെ അവസാന ദിവസമാണ്, അതായത് പൂ മുടക്കുന്ന ദിവസം. പടിയൊക്കെ തുടച്ചതിന് ശേഷം ഭസ്മം കലക്കിയത് ഇട്ട് കുറിയായിട്ട് പടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൂമുടി വെച്ചിട്ട് അമ്മ ദാ ചപ്പപ്പം ഉണ്ടാക്കി വെച്ചു. അതായത് മധുരം അല്ലെങ്കിൽ ഉപ്പ് ഒന്നും ചേർക്കാണ്ട് അരി അരച്ചതിലേക്ക്, പൂങ്ങലേരി അരച്ചതിലേക്ക് ഉപ്പൊന്നും ഇടാണ്ട് ഓട്ടിൽ ചുട്ടെടുത്ത അപ്പം അത് പടിയിൽ കഷ്ണങ്ങളായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ട് പ്ലാവിൻ്റെ ഇലയിൽ വേണം അത് കഷ്ണ അപ്പവും തിരിയും കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിയും കത്തിച്ച് വെച്ചിട്ട് പടിയിലേക്ക് ഉള്ള പ്ലാവലയും അതിലേക്ക് ഉപ്പിടാത്ത അപ്പവും വെച്ചിട്ട് തിരി കത്തിക്കാൻ ഉണ്ടായത്. അങ്ങനെ അത് കത്തിച്ചിട്ട് തിരി കിടുന്നവരെ വെയിറ്റ് ചെയ്യണം. പുറത്ത് നമ്മൾ എല്ലാ പടികളിലും ഇതുപോലെ വെക്കേണ്ടതാണ്. കൂടെ ഒരു കഷ്ണം തേങ്ങയും കൂടി വെക്കേണ്ടതായിട്ടുണ്ട്, അതെനിക്ക് പറയാൻ മറന്നതാണ്. ഈ തിരി കെട്ടതോടെ ഓണം മുടങ്ങി എന്നാണ് അർത്ഥം. അതിനുശേഷം അതിൽ വെച്ചിരുന്ന അപ്പവും തേങ്ങയും നമുക്ക് കഴിക്കാവുന്നതാണ്. എന്താ അറിയില്ല, തിരി കത്തിച്ച് പ്ലാവിലേൻ്റെ വെച്ചോണ്ടും അറിയില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. തിരികെ ശേഷം നമ്മുടെ അടുത്ത് കഴിക്കാനുണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.